എല്ലാവർക്കും നല്ല നമസ്കാരം. 5ാം സെമസ്റ്റർ മാക്രോ എക്കണോമിക്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ 4ാം സെമസ്റ്ററിൽ മാക്രോ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ പേപ്പർ കേരള യൂണിവേഴ്സിറ്റിയുടെ BA പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. അവിടെ എവിടെ നിങ്ങൾ നിർത്തിയോ അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. മാക്രോ എക്കണോമിക്സിന്റെ 2ാമത്തെ പേപ്പർ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബേസ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. പഴയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് മൊഡ്യൂളിൽ ചർച്ച ചെയ്തത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. കെയ്ൻസ് എന്ത് ആശയങ്ങളാണോ നമ്മളോട് കൺവേ ചെയ്തത് അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ 4 കമ്പോണൻസ് ചില വിദ്യാർത്ഥികളുടെയൊക്കെ എങ്കിലും മനസ്സുകളിൽ ഉണ്ടായിരിക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. C എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, I ഇൻവെസ്റ്റ്മെന്റ്, G എന്ന് പറയുന്നത് ഗവൺമെന്റ് പർച്ചേസസ്, X മൈനസ് M എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട്. എന്ന് വെച്ചാൽ X എക്സ്പോർട്ടും M ഇമ്പോർട്ടുമാണ്. ഇവ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും കെയ്നീഷ്യൻ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയത്. ഞാൻ ഒന്നാമത്തെ സ്ലൈഡിൽ പ്രസന്റ് ചെയ്തതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. AD ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M എന്നുള്ള ഇക്വേഷൻ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. എന്താണ് കെയ്നീഷ്യൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ വ്യക്തമായിട്ട് ഇത് എഴുതിയാൽ മാത്രം മതിയാകും. നമ്മൾ അവിടെ നിന്നാണ് പ്രധാനമായിട്ട് 5ാം സെമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ അത് ആഴത്തിലുള്ള ചില പഠനങ്ങളാണ്. ഇതിനകത്ത് C എന്ന് പറയുന്നതും I എന്ന് പറയുന്നതുമായിട്ടുള്ള 2 കാര്യങ്ങൾ. C എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും എന്നുള്ള 2 കമ്പോണൻസിനെ ആഴമായിട്ട് പഠിച്ചാൽ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഞാൻ അത് നമ്മുടെ 2ാമത്തെ സ്ലൈഡിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 5th സെമസ്റ്റർ വി ലേൺ അബൌട്ട് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ആഴത്തിൽ പഠിക്കാൻ കിടക്കുന്നു. എന്നാലും ഒരു സ്ലൈഡ് എന്ന രീതിയിലേക്ക് ഞാൻ വെറുതെ കുറിച്ചിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ 2 കമ്പോണൻസ്. കൺസംഷൻ ഈസ് എ കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് അനദർ കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഈ 2 കമ്പോണൻസിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ 5ാമത്തെ സെമസ്റ്ററിന്റെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ഒന്നാമത്തെ കമ്പോണന്റ് തന്നെ എടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കമ്പോണന്റ് മുഴുവനും ഒറ്റ സ്ലൈഡിലൂടെ അല്ലെങ്കിൽ ഒറ്റ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ പോർഷൻസിലേക്ക് കിടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൺസംഷൻ, ഉപഭോഗം എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ കമ്പോണന്റ്. നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നതാണ് അല്ലെ. എന്തിനു വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ചില സന്തോഷം. ഈ ഒരു പ്രസന്റേഷനിൽ തന്നെ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ ആ ബോക്സിനകത്ത് പല ഐറ്റംസ് ഉണ്ട്. കാറുണ്ട്, ബുക്കുണ്ട്, മെഡിസിൻസ് ഉണ്ട്. പല സാധനങ്ങൾ നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. ഓരോ സാധനങ്ങളും എന്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളല്ല നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ വാട്ട് ഡു ഐ ഫീൽ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് എന്നതാണ് പ്രധാനം. ഞാനൊരു ആപ്പിൾ വാങ്ങിച്ചാൽ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ യു പർച്ചേസ് സംതിങ് ഡിഫറെന്റ്. നിങ്ങൾ ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കാം വാങ്ങുന്നത്. പക്ഷേ എല്ലാ ആളുകളും കൺസ്യൂം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു സാധനമോ. ഇനി സാധനങ്ങൾ മാത്രമല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ സേവനങ്ങളും കൺസ്യൂം ചെയ്യും. ഞാനൊരു ഡെഫിനേഷനിലേക്ക് കടക്കുവാണ്. കൺസംഷൻ ഇൻ എക്കണോമിക്സ് മീൻസ് യൂട്ടിലൈസേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കമോഡിറ്റി ആൻഡ് ടു ഡിറൈവ് ബെനിഫിറ്റ്സ് ഫ്രം ദ സെയിം. ഓക്കെ, അപ്പൊ കൺസ്യൂം ചെയ്യുന്നത് നമ്മളൊരു സാധനം വാങ്ങുന്നു എന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹോൾ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ നിന്ന് ചില സംതൃപ്തി അല്ലെങ്കിൽ യൂട്ടിലിറ്റി എനിക്ക് കിട്ടുന്നു. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ. ഞാൻ സാധനം വാങ്ങുന്നു എന്നതുകൊണ്ട്. ഇനിയും 2ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെക്കൻഡ് ഡെഫിനേഷനിലേക്ക് നോക്കിക്കേ. ഇറ്റ് ഈസ് യൂഷ്വലി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഫൈനൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഇൻഡിവിജ്വൽസ്. ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ മാത്രമല്ല സേവനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൺസംഷനാണ്. ഉദാഹരണം, ഞാൻ ബാങ്കിലേക്ക് പോയി ബാങ്കിലിരിക്കുന്ന മാനേജറിന്റെ സേവനം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ആം കൺസ്യൂമിങ് സംതിങ്. ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം കൈപ്പറ്റുകയാണ്. അപ്പം 2 പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഞാൻ കൺസംഷനിൽ കൊണ്ടുവന്നത്. ഒന്ന്, കൺസംഷൻ എന്ന് പറഞ്ഞത് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ കൺസംഷൻ എന്ന് പറയുന്നത്. 2, ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് ചില സംതൃപ്തിയുടെ അളവ് ലഭ്യമാകുന്നുണ്ട്. ഐ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്.
the purchase of a new pair of shoes. നിങ്ങൾ ഷൂസ് ആകാം വാങ്ങുന്നത് എ ബർഗർ ഫ്രം എ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ബർഗർ വാങ്ങാം, ഓർ എനി സർവീസ് യു ഗെറ്റ്, ഓൾ ദീസ് കംസ് അണ്ടർ കൺസംഷൻ. ഇതിനെയെല്ലാം നമുക്ക് കൺസംഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. കൺസംഷൻ ഫംഗ്ഷൻ ആണ് ദ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദിസ് മോഡ്യൂൾ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇവിടെ 1 മാർക്ക് മുതൽ ലോങ് എസ്സേ വരെ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് വന്ന ചരിത്രം കേരള യൂണിവേഴ്സിറ്റിയുടെ BA 5ാം സെമസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ട്. ഇനി എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന വാക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ്, അല്ലേ? നമ്മൾ പണ്ട് പ്രൈസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ ഒക്കെ പഠിച്ചു. 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. ഇനി കൺസംഷനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ഏതാണെന്നാണ് ചിന്തിക്കേണ്ടത്, അല്ലേ? ഞാൻ കൺസ്യൂം ചെയ്യണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ എൻ്റെ ഇൻകം ആണ് എൻ്റെ കൺസംഷനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് ടേംഡ് ആസ് കൺസംഷൻ ഫംഗ്ഷൻ. ഇനി എന്താണ് ബന്ധം, എങ്ങനെയുള്ള ബന്ധമാണെന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. വെൻ ദ ഇൻകം ഓഫ് എ കമ്മ്യൂണിറ്റി റൈസസ്, അല്ലെങ്കിൽ എൻ്റെ വരുമാനം റൈസ് ചെയ്യുമ്പോൾ മൈ കൺസംഷൻ ഓൾസോ റൈസസ്. എനിക്ക് 100 രൂപ വരുമാനം ഉള്ളപ്പോൾ ജീവിക്കുമ്പോൾ അല്പം പിശിക്കൊക്കെ ജീവിക്കും. പക്ഷേ എൻ്റെ വരുമാനം 1000 രൂപയാകുമ്പോൾ ഞാൻ കുറേ കൂടെ സാധനങ്ങൾ വാങ്ങും. അപ്പം എന്ന് വെച്ചാൽ എൻ്റെ കൺസംഷൻ വർദ്ധിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് ബന്ധമാണ്. പോസിറ്റീവ് ബന്ധമാകുമ്പോൾ ഷേപ്പ് ഓഫ് ദ കർവ് എങ്ങനെയായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. നെഗറ്റീവ് ബന്ധമാണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൺസംഷൻ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിസ്സംശയം നമുക്കൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്, C = f of y വെരി ഇമ്പോർട്ടൻ്റ് ആണ്. C എന്ന് പറയുന്നത് കൺസംഷൻ, ഈസ് എ ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് y. ഓക്കെ, ഞാനൊരു ചെറിയ ഷെഡ്യൂളും കൂടെ തയ്യാറാക്കി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഷെഡ്യൂളിനകത്ത് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വരുമാനം 0 ആകുമ്പോൾ ഞാൻ 20 എൻ്റെ കൺസംഷൻ ഉണ്ടായിരുന്നു. 60 വരുമാനം ആയപ്പോൾ ഞാൻ 70 രൂപയുടെ കൺസംഷൻ നടത്തി. 120 കൺസ്യൂം ചെയ്തു. 240 220 കൺസ്യൂം ചെയ്തു. 2 കാര്യങ്ങൾ ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കണം. ഒന്ന്, വരുമാനം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ കൺസംഷന്റെ അളവ് കൂടി. ഓക്കെയാണ്, വരുമാനം കൂടിയപ്പോൾ എൻ്റെ കൺസംഷന്റെ അളവ് കൂടി. രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വരുമാനം 0 ആകുമ്പോഴും ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എൻ്റെ വരുമാനം, ഈ എക്സാമ്പിളിൽ നോക്കിക്കേ, വരുമാനം 0 ആയപ്പോൾ ഞാൻ 20 യൂണിറ്റ് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കാം. ഏറ്റവും നല്ല ഉദാഹരണം, നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലേ, നിങ്ങൾക്ക് വരുമാനം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് വരുമാനമില്ല. പക്ഷെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല വസ്ത്രം ഇട്ടിട്ടില്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ നോട്ട്ബുക്ക് ഇല്ലേ? പഠിക്കാൻ മൊബൈൽ ഫോണില്ലേ? ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ വെച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, മൊബൈൽ ഫോണുകളില്ലേ? അപ്പം ഇതെല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ടാണോ? അല്ല. യു ഡിപ്പെൻഡ് ഓൺ സംവൺ എൽസ് ഇൻകം. നിങ്ങൾ വേറെ ആരുടെയും ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വരുമാനം 0 ആവുന്ന അവസ്ഥയിലും നിങ്ങളെന്ന വിദ്യാർത്ഥികൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമസ് കൺസംഷൻ ഡിഫൈൻ ചെയ്യാനൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ കൺസംഷൻ വെൻ ഇൻകം ലെവൽ ഈസ് 0. പീപ്പിൾ കൺസ്യൂം അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം. ഇൻകം 0 ആവുമ്പോൾ കൺസ്യൂം ചെയ്യും. ഓക്കെ, ഞാൻ ആ ഗ്രാഫിലേക്ക് വന്നു. ഗ്രാഫിലേക്ക് വന്നപ്പോൾ എക്സ് ആക്സിസിൽ ഞാൻ DI എന്ന കൊടുത്തേ. എക്സ് ആക്സിസിൽ DI എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. എനിക്ക് ചെലവാക്കാനുള്ള വരുമാനത്തെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻകം മൈനസ് ടാക്സ്. ഇൻകത്തിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഡിസ്പോസിബിൾ ഇൻകം കൊടുക്കുന്നത്. ഡിസ്പോസിബിൾ ഇൻകം ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകം ഒന്നും ഡയറക്റ്റ് കൊടുത്ത ഒരു പ്രശ്നവും ഇല്ല. Y ആക്സിസിൽ എന്താ നോക്കിക്കേ, കൺസംഷൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. C ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രാഫിലൂടെ പറയുന്നത്? വെൻ കൺസംഷൻ കൂടുന്നതിന്, ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ വർദ്ധിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചോ, 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഓട്ടോണമസ് കൺസംഷന്റെ കാര്യം. 0 വരുമാനമായപ്പോഴും നിങ്ങൾ കൺസ്യൂം ചെയ്തു. 0 വരുമാനമായപ്പോൾ നിങ്ങൾ കുറച്ച് എമൗണ്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. മറിച്ച് ഇൻകം 0 ആകുമ്പോൾ മുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കർവ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാഞ്ഞത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡയഗ്രത്തിന്റെ ഒരു വിശകലനം ഞാൻ ഈ സ്ലൈഡിൽ ചേർത്തിട്ടുണ്ട്. ഇൻ ദ എബോവ് ഡയഗ്രാം, എക്സ് ആക്സിസ് ഇസ് ദ ഇൻകം, വൈ ആക്സിസ് കൺസംഷൻ. വെൻ ഇൻകം റൈസസ് കൺസംഷൻ റൈസസ് പറഞ്ഞ കാര്യമാണ്. കൺസംഷൻ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് സ്ലോപ്ഡ് കർവ് ആണ്.
കർവ് ഡസ് നോട്ട് സ്റ്റാർട്ട് അറ്റ് ദ പോയിന്റ് 0. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇറ്റ് മീൻസ് ഈവൻ വെൻ ഇൻകം ലെവൽ ഈസ് 0 വി കൺസ്യൂം തിങ്സ്. ഇൻകം 0 ആകുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൺസംഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഓർമ്മയിലിരിക്കണം. കൺസംഷനുമായി ബന്ധപ്പെട്ട 2 കോൺസെപ്റ്റ്സും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. 2 റിലേഷൻഷിപ്പാണ്, 2 ബന്ധങ്ങളാണ്. ഒന്ന് APC, 2 ഫോർമുല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. APC, 2 MPC. APC എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ഇറ്റ് ഈസ് എന്താ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം വരുമാനവും മൊത്തം കൺസംഷനും തമ്മിലുള്ള ബന്ധത്തെയാണ്. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The average propensity may be defined as the ratio of consumption expenditure to any particular level of income. നിങ്ങളുടെ ഇൻകവും കൺസംഷനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് C/Y അല്ലെങ്കിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. ഉദാഹരണം എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 5000 രൂപയാണ്. എൻ്റെ ചെലവെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് 2000 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് C/Y, എൻ്റെ കൺസംഷൻ 2000 ഡിവൈഡഡ് ബൈ എൻ്റെ മൊത്തം വരുമാനം 5000. അപ്പം 2000 ഡിവൈഡഡ് ബൈ 5000 അല്ലെങ്കിൽ 2/5. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തപ്പെട്ടതാണ് നമ്മുടെ അടുത്ത മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മൾ അതും കൂടെ ഞാൻ ഈ സ്ലൈഡിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC എന്നാണ് അതിന്റെ ചുരുക്കെഴുത്ത്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വെരി ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ പഠിച്ചു പോണേ. ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ കൺസംഷൻ. ചേഞ്ച് എന്ന വാക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏറ്റവും താഴത്തെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച്. MPC ∆C/∆Y എന്നാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ എൻ്റെ മൊത്തം വരുമാനമല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ മാസം 1000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട് വരുമാനത്തിൽ. അതിനെയാണ് ∆Y എന്ന് പറയുന്നത്. 1000 രൂപ വർദ്ധിച്ച അവസ്ഥയിൽ ഞാൻ അതിൽ നിന്നൊരു 300 രൂപ ചെലവാക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ∆C എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. അപ്പം എന്താണ് MPC എന്ന് ചോദിച്ചാൽ എൻ്റെ ചേഞ്ച് ഇൻ ഇൻകവും വരുമാനം മാറിയപ്പോൾ ഞാൻ എത്രത്തോളം എൻ്റെ കൺസംഷൻ ഉപഭോഗം വർദ്ധിച്ചു, ചേഞ്ച് ചെയ്തു. ഇതിനെയാണ് MPC എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഡെഫിനേഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത്. ദ പ്രൊപ്പോർഷൻ ഓഫ് അഗ്രിഗേറ്റ് റൈസ് ഇൻ ഇൻകം ദാറ്റ് എ കൺസ്യൂമർ സ്പെൻഡ്സ് ഓൺ ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എത്രത്തോളം മാറ്റമാണ് വന്നിട്ടുള്ളത്. ചേഞ്ച് എന്ന വാക്കാണ്. കൺസംഷൻ വിൽ ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഇൻകം. അടുത്ത ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇതാണ്. കൺസംഷൻ വിൽ ചേഞ്ച് വിത്ത് റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൺസംഷൻ മാറുന്നു. എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ആൻ എംപ്ലോയി റിസീവ്സ് ₹500 ബോണസ്. ബോണസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ എമൗണ്ട് അല്ലേ. 500 രൂപ ബോണസ് കിട്ടി. ഇൻ അഡീഷൻ ടു ഹിസ് ആനുവൽ ഏർണിംഗ്സ്. അദ്ദേഹത്തിന് കിട്ടിയ ഏർണിംഗ്സ് വേറെ. 500 രൂപ ബോണസ് കിട്ടി. They now have ₹500 more in income. If they decide to spend ₹400, ഈ 500 രൂപയിൽ 400 രൂപ ചെലവാക്കാൻ തീരുമാനിച്ചാൽ of this marginal increase in income and save the remaining 100 രൂപ സേവ് ചെയ്യാൻ തീരുമാനിച്ചു. Then the marginal propensity to consume will be എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ∆C/∆Y എന്ന് വെച്ചാൽ ∆C എന്ന് പറഞ്ഞാൽ 400, ∆Y എന്ന് പറയുന്നത് 500 ആണ്. 400 ഡിവൈഡഡ് ബൈ 500 is equal to 0.8. ഓക്കെ, അപ്പം ഇത്രയും കോൺസെപ്റ്റ്സ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തു. ഒന്ന്, ഇന്നത്തെ ഭാഗത്ത് കൺസംഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. 2, കൺസംഷൻ ഫംഗ്ഷൻ അതിൻ്റെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി. 2, അതിൻ്റെ ഗ്രാഫ് തയ്യാറാക്കി. 2, ഒരു ഇക്വേഷൻ C=F(y) എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞു. ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് APC, MPC തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ഡെഫിനിഷൻ എക്സാമ്പിൾ സഹിതം പറയാൻ പറ്റണം. അതിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ഇക്വേഷനും നമ്മൾ നിർബന്ധമായിട്ട് പറയാനായിട്ട് സാധിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ നോട്ടുകൾ എഴുതി തയ്യാറാക്കി എങ്കിൽ മാത്രം ഇതിനകത്ത് പ്രധാനപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സ്ലൈഡ് ഷെയർ ചെയ്തത്. നോട്ടുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നും. Okay, thank you for listening. See you in the next video. Thank you.